നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരിന്തളം വയനാട് 400 kV ലൈൻ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മന്ത്രിതല ചർച്ച. ഒക്ടോബർ 15-നുള്ളിൽ പുതിയ പാക്കേജിന് സാധ്യത. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ, നശിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾ. മലയോരത്ത് റബ്ബർ ഷീറ്റ് മോഷണം പതിവാകുന്നു. കുയൂരിൽ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ട 100-ലധികം റബ്ബർ ഷീറ്റുകൾ മോഷണം പോയി. ചെട്ടിയാമ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം ക്രമക്കേട് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘത്തിലേക്ക് മാർച്ചും ധർണയും. വിശദമായ വാർത്തകളിലേക്ക്. കരിന്തളം വയനാട് 400 kV ലൈനിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മന്ത്രിതല യോഗം ചേർന്നു. പുതിയ പാക്കേജിന് സാധ്യത. കരിന്തളം വയനാട് 400 kV ലൈനിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനിൽ യോഗം ചേർന്നു. കർഷകർ ഉന്നയിച്ച നഷ്ടപരിഹാരം, അലൈൻമെന്റിൽ മാറ്റം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വന്നതോടെയാണ് യോഗം. 2016 ആരംഭിച്ച പദ്ധതി നഷ്ടപരിഹാര പാക്കേജിലെ തർക്കം കാരണം കഴിഞ്ഞ ഒരു വർഷമായി നിർത്തിവച്ചിരിക്കുകയാണ്. 530 കോടി രൂപ ചിലവ് കണക്കാക്കിയിരുന്ന പദ്ധതിയിൽ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 911 കോടിയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. വയനാട് മുതൽ കരിന്തളം വരെ 125 കിലോമീറ്റർ ദൂരം വരുന്ന ഇടനാഴിയിൽ 1500 ഏക്കറിലധികം കൃഷിഭൂമിയാണ് നഷ്ടപ്പെടുന്നത്. ഇതിൽ കണ്ണൂർ ജില്ലയുടെ ഏകദേശം 87 കിലോമീറ്റർ ദൂരമാണ് ലൈൻ കടന്നുപോകുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളുടെയും KSEB കർമ്മസമിതി അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ കർഷകർക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തി മന്ത്രിക്ക് സമർപ്പിക്കാനും ഒക്ടോബർ 15-നുള്ളിൽ പുതിയ പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് യോഗത്തിന്റെ ഉറപ്പ്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ, ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾ നശിക്കുന്നു. അപകട ഭീഷണിയുടെ പേരിൽ മുറിച്ചിട്ടതും ശക്തമായ കാറ്റിൽ കടപുഴകി വീണതുമായ ചെറുതും വലുതുമായ നിരവധി മരങ്ങളാണ് റോഡരികിൽ കിടന്ന് നശിക്കുന്നത്. കടപുഴകി വീണ് മുറിച്ചുമാറ്റിയ മരത്തടികൾ റോഡരികിൽ നിന്നും നീക്കാത്തത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനൊപ്പം വെയിലും മഴയുമേറ്റ് ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ നശിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട മരങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടും. പേരാവൂർ നെടുമ്പോയിൽ റോഡിൽ നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ മരത്തടികൾ അപകട ഭീഷണി തീർത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും റോഡരികിലേക്ക് കടപുഴകി വീണ കൂറ്റൻ മരത്തടികൾ ഉൾപ്പെടെയുള്ളവയാണ് അപകടങ്ങൾക്ക് കാരണമാകും വിധം റോഡരികിൽ തന്നെ കിടക്കുന്നത്. റോഡരികിലെ വളവുകളിൽ ഉൾപ്പെടെ മുറിച്ചിട്ട മരത്തടികൾ ഇരുചക്രവാഹന യാത്രക്കാർക്കുൾപ്പെടെയാണ് അപകടക്കെണിയാവുന്നത്. മരത്തടികൾ റോഡിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ എതിരെ വാഹനം വന്നാൽ സൈഡ് കൊടുക്കുമ്പോൾ ഈ മരത്തടിയിൽ ഇടിക്കുന്നതും പതിവാണ്. എത്രയും വേഗം റോഡരികിൽ മുറിച്ചിട്ട ഈ മരത്തടികൾ ലേലം ചെയ്യുന്നതിനും നീക്കം ചെയ്യുന്നതിനും അപകട ഭീഷണി ഒഴിവാക്കുന്നതിനും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളും വാഹനയാത്രക്കാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നമ്മുടെ ഇരിട്ടി മുതൽ നെടുമ്പൈ വരെ ഒട്ടനവധി മരങ്ങളാണ് പൊട്ടി വീണതായിട്ടും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് മുറിച്ചതും കിടക്കുന്നത്. അത് ഒട്ടനവധി അപകടങ്ങളാണ് അതുമൂലം ഉണ്ടാകുന്നത്. ബൈക്ക് യാത്രക്കാരും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് സൈഡിൽ കൂടി നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഈ മരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ തന്നെയാണ് മരങ്ങളൊക്കെ മുറിച്ച് വഴി അരികിൽ കൂട്ടിയത്. അപ്പം മനസ്സിലാക്കിയത് PWDയിൽ നിന്ന് കുറച്ച് മരങ്ങൾ ഈ വഴിയരികിലുള്ള അപകടാവസ്ഥയിലുള്ള കുറച്ച് മരങ്ങൾ കരാറുകാരനെ ഏൽപ്പിച്ച് അയാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞത്. പക്ഷേ അയാൾ ഇതുവരെ എടുത്തു കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല. കൊടുക്കാതെ മരങ്ങളുമുണ്ട്, പൊട്ടി വീണ നശിച്ചു പോകുന്ന മരങ്ങളുണ്ട്. ഇതൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. അതുപോലെ പൊതുജനത്തിന് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാലും പൊതുവെ വലിയ നഷ്ടമാണ് ഉണ്ടാകുക. KSEBയെ സംബന്ധിച്ച് 3-4 പോസ്റ്റും അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കറണ്ടും പോയാലും നമുക്ക് ഈ മരങ്ങൾ മുറിച്ച് മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഇപ്പം പേരാവൂർ മുതൽ നെടുമ്പൈ വരെ തന്നെ ഒട്ടനവധി മരങ്ങൾ മുറിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിന് താമസം എന്താണെന്ന് വെച്ചാൽ PWDയിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇലക്ട്രിസിറ്റിക്കാരോട് അനുമതി വാങ്ങാൻ വേണ്ടി പറയും. ഇലക്ട്രിസിറ്റി പറയുമ്പോൾ അതിന് പൈസ അടക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് മാറ്റാനുള്ള പൈസയും കാര്യമൊക്കെ അടക്കാൻ പറയും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഫോറസ്റ്റുമായിട്ട് അനുമതി കിട്ടണമെന്ന് പറയും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയാണ് ചെയ്യുന്നത്. മഴ തുടങ്ങിയ ഒരു 2 മാസം മുമ്പ് PWDയും അതുപോലെ തന്നെ റവന്യൂവും പഞ്ചായത്തും സംയുക്തമായിട്ട് ഒരു സർവേ നടത്തുകയും മുറിച്ചു മാറ്റേണ്ട മരങ്ങളുടെ കണക്കെടുക്കുകയുണ്ടായി. പക്ഷേ അത് ഒന്നും തന്നെ മുറിച്ചു മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്
അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ റോഡരികിൽ മുറിച്ചിട്ട മരങ്ങൾ എത്രയും പെട്ടെന്ന് എടുത്ത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അത് പിന്നെ ലേലം ചെയ്യാതെ മരങ്ങളാണെങ്കിൽ ലേലം ചെയ്തുകൊണ്ട് അത് കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് അധികാരികളോട് അറിയിക്കാനുള്ളത്. ഉദ്യോഗസ്ഥ തലത്തിൽ അതിനെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷം വീണ് കിടക്കുന്ന മരങ്ങൾ പോലും ഇപ്പോൾ റോഡരികിൽ കിടക്കുന്നുണ്ട്. ബൈക്കുകളും സൈക്കിൾ യാത്രക്കാരൊക്കെ മറിഞ്ഞു വീഴുന്നുണ്ട്. രാവിലെ കാൽനടയായി പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മലയോരത്ത് റബ്ബർ ഷീറ്റ് മോഷണം പതിവാകുന്നു. വീട്ടുകാർ ജാഗ്രത. പടിയൂർ കുയിലൂരിൽ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ട 100-ലധികം റബ്ബർ ഷീറ്റുകൾ മോഷണം പോയി. വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ട 100-ലധികം റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോയത്. കുയിലൂർ താഴ്വാരം ബസ് സ്റ്റോപ്പിന് സമീപത്തെ ശിവഗംഗയിൽ ജിതേഷിന്റെ റബ്ബർ ഷീറ്റുകളാണ് മോഷ്ടിച്ചത്. വീട്ടിന്റെ മുറ്റത്താണ് കയർകെട്ടി റബ്ബർ ഷീറ്റുകൾ ഉണക്കാനിട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ ഇരുചക്രവാഹനത്തിലെത്തിയ ആളാണ് മോഷണം നടത്തിയത്. ഇരിക്കൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സമീപത്തെ വീട്ടിലെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചതിൽ പുലർച്ചെയോടെ ഇരുചക്രവാഹനത്തിൽ ലൈറ്റ് ഓഫാക്കി വീട്ടിനടുത്തേക്ക് ഒരാൾ വരുന്നതായി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ വാഹനത്തിന്റെ നമ്പറോ ആളുടെ രൂപമോ വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ജിതേഷ് റബ്ബർ മരം പാട്ടത്തിനടുത്താണ് മഴമറ സ്ഥാപിച്ച് ടാപ്പിംഗ് നടത്തുന്നത്. ആഴ്ചകൾക്ക് മുൻപ് ആളൊഴിഞ്ഞ സ്ഥലത്തെ റബ്ബർ തോട്ടത്തിൽ തന്നെ ഉണക്കാനിട്ടിരുന്ന 100-ലധികം റബ്ബർ ഷീറ്റുകൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് റബ്ബർ ഷീറ്റ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിലും സമീപത്തെ വീടുകളിലുമായി ഉണക്കാനിട്ടത്. മലയോരത്തെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ റബ്ബർ ഷീറ്റ് മോഷണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കരിയങ്കാപ്പ് ജനവാസ കേന്ദ്രത്തിലെ അനധികൃത പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമീപവാസിയായ കുടുംബം കേളകം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കരിയങ്കാപ്പ് ജനവാസ കേന്ദ്രത്തിലെ അനധികൃത പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമീപവാസിയായ കുടുംബം കേളകം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കുരുമ്പിക്കുളം എൽസമ്മ, ജേക്കബ്, താഴത്തെമുറിയിൽ ജോൺ, ബെന്നി എന്നിവരാണ് കേളകം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന്റെ വരാന്തിയിൽ കയറിയിരുന്ന് സമരം ചെയ്യാൻ ഒരുങ്ങിയ പ്രതിഷേധക്കാരോട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും പോലീസും ചേർന്ന് പുറത്തുപോയി സമരം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ അല്പനേരം വാക്കുതർക്കവും ഉണ്ടായി. ഞങ്ങൾക്ക് വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഒരു മുതലാളിത്തം വിളിക്കുക. ഞങ്ങൾ പുറത്തേക്ക് വരാണ്ടൊക്കെ പുറത്ത് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നില്ല. അല്ല, അങ്ങനെയല്ല. അതുകൊണ്ട് ബാങ്ക് നിർത്തില്ല. കരിയങ്കാപ്പ് മംഗലത്തിൽ ജോർജ് കുട്ടി, മേരി, ജോബിറ്റ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള അനുമതിയില്ലാത്ത പന്നിഫാം പൊതുജന ആരോഗ്യത്തിനും ജീവനും ഭീഷണി ഉയർത്തുന്നതിനാൽ 15/7/2024 അടച്ചുപൂട്ടി വിവരം അറിയിക്കേണ്ടതാണെന്ന് കേളകം പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവ് നൽകിയിരുന്നു. അല്ലാത്തപക്ഷം കേരള പഞ്ചായത്ത് രാജ് നിയമവും ചട്ടങ്ങളും പ്രകാരം പന്നിഫാം അടച്ചുപൂട്ടത്തിനുള്ള നടപടി സ്വീകരിക്കുന്നതാണെന്നും നോട്ടീസ് നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാത്തതിനാണ് സമരവുമായി മുന്നോട്ട് വന്നതെന്ന് എൽസമ്മ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ജനുവരി മുതൽ ഇതിന് പരാതി കൊടുക്കുന്ന 2-3 വർഷമായി ഇത് പറയുന്ന മണം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ സഹിക്കാൻ പറ്റുന്നില്ല. അലർജിയായി, ഞങ്ങൾക്ക് 2 പേർക്കും അലർജിയായി, ശ്വാസം മുട്ടലായി, അലർജിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പരാതി ഞങ്ങൾ ഹെൽത്തിൽ കൊടുത്തു, പഞ്ചായത്തിൽ കൊടുത്തു, DMOയ്ക്ക് കൊടുത്തു, കലക്ടർക്ക് കൊടുത്തു, പൊല്യൂഷന് കൊടുത്തു, ആരോഗ്യമന്ത്രിക്ക് കൊടുത്തു. എല്ലാം എവിടെ ചെന്ന് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ പഞ്ചായത്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന്. അങ്ങനെയായി 2 മാസമായി പഞ്ചായത്ത് ഇവർക്ക് സ്റ്റോപ്പ് ഹോമോ കൊടുത്തു. സ്റ്റോപ്പ് ഹോമോ കൊടുത്തിട്ടും യാതൊരു തീരുമാനവും ഇല്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയത്. ഞങ്ങൾക്ക് അവിടെ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല, മണം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. രാവിലെയും വൈകുന്നേരം അതിന് 7 മണിയാകുന്നതിന് മുന്നേ ജനലും കതകും അടച്ച് വീടിനുള്ളിൽ കയറിയിരിക്കുക. ഞങ്ങൾ മണം സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. 2-3 വർഷമായി അവിടെ പന്നി ഫാം തുടങ്ങിയിട്ട്. ആ സമയത്ത് മുതലേ ഞങ്ങൾ ഹെൽത്തുകാരോട് പറയുന്നത്, അന്ന് മുതൽ പറയുന്നത് ഞങ്ങൾ ഹെൽത്തുകാരോട്. ഹെൽത്തുകാർ വന്ന് നോക്കും. ആര് പകൽ വന്ന് നോക്കുമ്പോഴും അവർ പറയും ക്ലീൻ ആയിട്ട് കിടക്കുന്നെന്ന് പറയും. ഞങ്ങൾ ഈ രാത്രിയിലും ഞങ്ങൾ ഈ വൈകിട്ടും രാവിലെ അനുഭവിക്കുന്നത്. വേറെ ആരും രാവിലെയും വൈകുന്നേരം വന്ന് നോക്കുകയല്ലോ. അപ്പോൾ ഈ രാവിലെയും വൈകുന്നേരമാണ് ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നത്. ഈയിടെയായിട്ട് കെമിക്കൽ അടിച്ചിട്ട് ഭയങ്കര അസ്വസ്ഥതയായി ഞങ്ങൾക്ക്, തലവേദന, ഛർദി എല്ലാമായി ഞങ്ങൾക്ക്.
ഒരു തരത്തിലൂടെ കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ പന്നിയുടെ മണം വരാൻ വേണ്ടി ഇവരെന്തോ കെമിക്കൽ അടിക്കുന്നുണ്ട്. നടപടി ഇവിടുന്ന് തീരുമാനം ഉണ്ടായിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. മരിക്കുവാണെങ്കിൽ ഇതിനകത്ത് കിടന്ന് മരിക്കട്ടെ, വീട്ടിൽ കിടക്കാൻ പറ്റിയല്ല. അപ്പോൾ ഇവിടെ കിടക്കുകയെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സമരത്തിനിടയിൽ ഇവർക്ക് പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തകരും എത്തി. ഇതേ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളുമായും ചർച്ച നടത്തി. ഞങ്ങളുടെ ഞങ്ങൾക്ക് തീരാരോഗം പിടിച്ച് ഞങ്ങൾ ഒരു ക്യാൻസർ ലക്ഷങ്ങൾ മുടങ്ങി ഓപ്പറേഷൻ ഇതിന്റെ തൊട്ടടുത്ത വീട്ടിലുണ്ട്. അവർ മിണ്ടാൻ പോലും പറ്റൂല ഇതിന്റെ മണം അടിച്ചിട്ട്. ലെൻസിന് കംപ്ലൈന്റ് ചേട്ടാ, ഇത് നമ്മൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് വലിച്ചു നീട്ടില്ല. ഈ 5 പന്നീരെ വളർത്തുന്നു, കൈത്തീറ്റ കൊടുത്ത് വളർന്നു. അപ്പൊ ആ നിയമം അത് ആദ്യം പാലിക്കട്ടെ. അവരുടെ വേസ്റ്റ് കൊണ്ടുവന്ന് പരിപാടി ഒഴിവാക്കട്ടെ. പഞ്ചായത്ത് രാജ് പ്രശ്നം 15 ദിവസത്തിനകം പരിഹരിക്കുമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ കുടുംബം സമരം അവസാനിപ്പിക്കുകയായിരുന്നു. മുന്നോട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകാമെന്നും അത് കൊടുത്ത പേപ്പറിൻ്റെ കോപ്പി തരാമെന്നും ആ വ്യവസ്ഥ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നത്തെ ഒഴിവാകുന്നു. അവർ അടുത്ത നടപടി എത്രയും വേഗം സ്വീകരിക്കണം. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചെട്ടിയാമ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ ക്രമക്കേട് സമഗ്രമായി അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC അംഗം ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചെട്ടിയാമ്പറമ്പ് ക്ഷീരസംഘത്തിൽ ക്രമക്കേടെന്നാരോപിച്ച് 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെട്ടിയാമ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചെട്ടിയാമ്പറമ്പ് ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് ക്ഷീരോത്പാദക സഹകരണ സംഘം ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, ധർണ സമരം സിന്ദാബാദ്, ധർണ സമരം സിന്ദാബാദ്, ധർണ സമരം സിന്ദാബാദ്, ധർണ സമരം സിന്ദാബാദ്. ക്ഷീരകർഷകരെ വഞ്ചിച്ച്, ക്ഷീരകർഷകരെ വഞ്ചിച്ച്, ക്ഷീരകർഷകരെ വഞ്ചിച്ച്, ക്ഷീരകർഷകരെ വഞ്ചിച്ച്, ലക്ഷങ്ങൾ തട്ടിയിട്ട്, ലക്ഷങ്ങൾ തട്ടിയിട്ട്, ലക്ഷങ്ങൾ തട്ടിയിട്ട്, ലക്ഷങ്ങൾ തട്ടിയിട്ട്, നടക്കുന്നവരെ, ന്യായം പറഞ്ഞ് നടക്കുന്നവരെ, നാണമില്ല നിങ്ങൾക്ക്, നാണമില്ല നിങ്ങൾക്ക്, നാണമില്ല നിങ്ങൾക്ക്, നാണമില്ല നിങ്ങൾക്ക്. രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്. സമരത്തെ തുടർന്ന് ക്ഷീരോത്പാദക സംഘം ഓഫീസ് തുറന്നു പ്രവർത്തിച്ചില്ല. തുടർന്ന് നടന്ന ധർണ സമരം KPCC മെമ്പർ ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ എല്ലാ കാലത്തും ക്ഷീര കർഷകന്റെ നെഞ്ചത്ത് ചവിട്ടി താണ്ഡവ നൃത്തമാടുന്ന ഒരു ഭരണസമിതിയും ഒരു സെക്രട്ടറിയും അവരെ ഇഞ്ചിഞ്ചായി കൊണ്ടുവന്ന് ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ദീർഘശ്വാസം വലിച്ചുകൊണ്ട് മരണത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സംഘത്തെ പിടിച്ചു നിർത്തണം, രക്ഷപ്പെടുത്തണം. ഇനി നാടിന് ആവശ്യമാണ് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ കാരണവന്മാർ അക്കാലത്ത് ജീവിക്കുന്നതിന് വേണ്ടി ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായകമാകുന്നതിന് വേണ്ടി കെട്ടുപടുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് നശിച്ചുകൂടാ എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. വ്യക്തമായി ചൂണ്ടപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ, അഴിമതികൾ അണിനിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. സജി മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ബിജു പൊരുമത്തറ, ജോണി പാമ്പാടി, ജോയി വേളുപുഴ, വർഗീസ് ജോസഫ് നടപ്പുറം, കുഞ്ഞുമോൻ കണിയാഞ്ഞാലിൽ, അലക്സാണ്ടർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്നാൽ സമരത്തിൽ കോൺഗ്രസ് കേളകം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പങ്കെടുക്കാത്തത് ശ്രദ്ധേയമായി. ഹൈവിഷൻ ന്യൂസ്, കേളകം. നിരാശയുടെ പടുകുഴിയിൽ കൊക്കോ കർഷകർ. റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന കൊക്കോ വില കൂപ്പുകുത്തി. കിലോയ്ക്ക് 350 രൂപയിൽ നിന്ന് 60 രൂപയിലേക്കാണ് വില കുറഞ്ഞത്. നിരാശയുടെ പടുകുഴിയിൽ കൊക്കോ കർഷകർ. കുതിച്ചുയർന്ന കൊക്കോ വില കൂപ്പുകുത്തി. കർഷകനെ കൊതിപ്പിച്ച് കുതിച്ചുയർന്ന കൊക്കോ വില ഉയർന്നതുപോലെ തന്നെ കൂപ്പുകുത്തി. കൊക്കോ പച്ച ബീൻസിന് കിലോയ്ക്ക് 350 രൂപയിൽ നിന്നും 60ലേക്കും 1000-ന് മുകളിൽ വിലയുണ്ടായിരുന്ന ഉണക്ക ബീൻസ് 300ലേക്കുമാണ് താഴ്ന്നത്.
സംഭരണ ഏജൻസികൾ സീസണിൽ ഉൽപ്പാദനം വൻതോതിൽ സംഭരിച്ചതും മഴക്കാലത്ത് കൊക്കോ ബീൻസിന്റെ ഗുണനിലവാരക്കുറവും വിലത്തകർച്ചയ്ക്കുള്ള കാരണങ്ങളാണ്. കൊക്കോയുടെ ഉയർന്ന വിലയിൽ ഭ്രമിച്ച് കർഷകർ വീണ്ടും കൊക്കോ കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോഴായിരുന്നു വിലത്തകർച്ച തിരിച്ചടിയായത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നഴ്സറികളിൽ നിന്നും വൻതോതിൽ കൊക്കോ തൈകൾ വിറ്റുപോയി. കൊക്കോയുടെ ആഗോള ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ കൊക്കോ കൃഷി നഷ്ടക്കച്ചവടമാകില്ലെന്ന് കരുതിയാണ് ഒട്ടേറെ പേർ വീണ്ടും കൊക്കോ കൃഷിയിലേക്ക് തിരിഞ്ഞത്. വില കുതിച്ചുയരുകയും കൊക്കോക്ക് ദൗർലഭ്യം നേരിടുകയും ചെയ്തതോടെ സംഭരണ ഏജൻസികൾ കർഷകരുടെ പക്കൽ നേരിട്ടെത്തി മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ നൽകിയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊക്കോ സംഭരിച്ചത്. നിരവധി ഏജൻസികളാണ് മലയോര മേഖലയിൽ നിന്നും വ്യാപകമായി കൊക്കോ സംഭരിച്ചത്. ഉൽപ്പാദനം കുറവായിരുന്നുവെങ്കിലും സീസണിലെ അധിക വില കൊക്കോ കർഷകർക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കിക്കൊടുത്തത്. കൊക്കോ തോട്ടങ്ങളിൽ മോഷണം തടയാൻ കാവലേർപ്പെടുത്തുകയും കായത്തിന്ന് നശിപ്പിക്കുന്ന മരപ്പട്ടികളുടെയും കുരങ്ങളുടെയും ശല്യം ഒഴിവാക്കാനും കർഷകർ പ്രത്യേക കരുതലെടുക്കുകയും ചെയ്തിരുന്നു. 1980കളിൽ വിലയിടിവിനെ തുടർന്ന് കൊക്കോ വ്യാപകമായി വെട്ടിമാറ്റിയ മുൻ അനുഭവം മലയോര കർഷകർക്കുണ്ട്. ഈ ഭയമുണ്ടെങ്കിലും കൊക്കോയുടെ വർദ്ധിച്ച ഉപയോഗവും ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവും ഭേദപ്പെട്ട വില നിലനിൽക്കാൻ ഇടയാക്കും എന്ന് തന്നെയാണ് കർഷകരുടെ പ്രതീക്ഷയും. ഹൈവിഷൻ ന്യൂസ്, കേളകം. വയനാട് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാട്ടുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പേരാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാവൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വയനാട് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാട്ടുന്നുവെന്നാരോപിച്ചാണ് കോൺഗ്രസ് പേരാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാവൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷഫീർ ചെക്കാട്ട്, ജൂബിലി ചാക്കോ, സുദീപ് ജെയിംസ്, സി ഹരിദാസ്, സുഭാഷ് മാസ്റ്റർ, ശരത്ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. വയനാട് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാട്ടുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് കേളകം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേളകം ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വയനാട് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാട്ടുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് കേളകം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേളകം ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കേളകം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം ടൗൺ ചുറ്റി ഓഫീസ് പരിസരത്ത് സമാപിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാർകുളം, ലിസി ജോസഫ്, അഡ്വക്കേറ്റ് ഷാനി സെബാസ്റ്റ്യൻ, ജോസഫ് നടപ്പുറം, ജോയി വേളുപുഴ, വിൽസൺ കൊച്ചുപുറയിൽ, ജോണി പാമ്പാടി, ബിജു ചാക്കോ പെരുമത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ശാരീരിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ പീഡിപ്പിച്ച ബന്ധു റിമാൻഡിൽ. കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ശാരീരിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ പീഡിപ്പിച്ച ബന്ധു അറസ്റ്റിൽ. അടക്കാത്തോട് സ്വദേശി രാജീവനെയാണ് കേളകം SI VV ശ്രീജേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ തിരുവോണ നാളിലാണ് കേസിന് ആസ്പദമായ സംഭവം. പ്രതി ഒറ്റക്ക് താമസിച്ചിരുന്ന വീട്ടിൽ യുവതിയെ വിളിച്ചു വരുത്തിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി. യുവതിയുടെ പിതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് കേളകം പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പീഡനം നടത്തിയ ശേഷം പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. പിടികൂടിയ പ്രതിയെ കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചെന്നൈയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കോളയാട് സ്വദേശിയുടെ മൃതദേഹം വ്യാഴാഴ്ച പുലർച്ചെയോടെ നാട്ടിലെത്തിക്കും. കോളയാട് ദേവദാന സെന്ററിന് സമീപത്തെ ക്രിസ്റ്റഫർ വിവേരയാണ് ചെന്നൈ നെയ്വേലിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. ചെന്നൈ നെയ്വേലിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കോളയാട് സ്വദേശി ക്രിസ്റ്റഫർ വിവേരയുടെ മൃതദേഹം വ്യാഴാഴ്ച പുലർച്ചെയോടെ നാട്ടിലെത്തിക്കും. ചെന്നൈ നെയ്വേലിയിൽ ക്രിസ്റ്റഫർ സഞ്ചരിച്ച സ്കൂട്ടിയും
കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ ക്രിസ്റ്റഫറിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ച പുലർച്ചെയോടെ നാട്ടിലെത്തിക്കുന്ന മൃതദേഹം പിന്നീട് സംസ്കരിക്കും. കോളയാട് ദേവദാൻ സെന്ററിന് സമീപത്തെ പരേതനായ സണ്ണി വിവേരയുടെയും മറിയക്കുട്ടിയുടെയും മകനാണ്. അന്ന വിവേരയാണ് ഭാര്യ. ആന്റണി വിവേര, ഡോൺ ബോസ്കോ വിവേര എന്നിവർ മക്കളാണ്. മൈക്കിൾ കോളിൻസ് വിവേര, കോശി തെരേസ, മാർഗറ്റ് വിവേര എന്നിവർ സഹോദരങ്ങളാണ്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇനിയെങ്കിലും തുടങ്ങുമോ ആറളം തോട്ടുകടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി? നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ചുമാറ്റിയതോടെ ഇതുവഴിയുള്ള യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലാണ്. എടൂർ ആറളം റൂട്ടിലെയും ഇരട്ടി പായം ആറളം റൂട്ടിലെയും പ്രധാനപ്പെട്ട പാലമായിരുന്നു തോട്ടുകടവ് പാലം. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ ഇരുവശത്തുമുള്ള കോൺക്രീറ്റ് ഭിത്തി ഉൾപ്പെടെ ബലക്ഷയം സംഭവിച്ചതോടെയാണ് ജില്ലാ പഞ്ചായത്ത് 1,20,00,000 രൂപയ്ക്ക് പുതിയ പാലം നിർമ്മിക്കാൻ ടെൻഡർ നൽകിയത്. തുടർന്ന് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനവും ചെയ്തു. പിന്നീട് മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപേ നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ചു നീക്കി. തൂണുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങിയപ്പോൾ മഴയെത്തി. പിന്നെ നിർമ്മാണമെല്ലാം പാതി വഴിയിലായി. ഇതോടെ ഇതുവഴിയുള്ള യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായി. ആറളം ഹയർ സെക്കൻഡറി സ്കൂൾ മറ്റ് വിദ്യാലയങ്ങളിലേക്കും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ വലഞ്ഞു. പായം വട്ട്യറ മേഖലയിലുള്ളവർക്ക് എളുപ്പത്തിൽ ആറളം, പേരാവൂർ, കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുവാനും പൂതക്കുണ്ട് ആറളം മേഖലയിലുള്ളവർക്ക് എടൂർ, ഇരട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകുവാനും സാധിക്കാത്ത സ്ഥിതിയാണിപ്പോൾ. തുടങ്ങിയിട്ടില്ല. അവര് അന്ന് അമ്പല്ലോ കുറച്ച് പണിയെടുത്തിട്ട് എല്ലാം വലിച്ചു കയറി കെട്ടിട്ട് പോയിന്. പിന്നെ അവരാരും വന്നിട്ടുമില്ല, പണി തുടങ്ങിയിട്ടുമില്ല. മഴ നിന്നിട്ടാമോന്ന് പറഞ്ഞു. ഇപ്പം മഴ നിന്ന് വെള്ളവും പറ്റി. പരസ്യം പറ്റിയിട്ടോ എടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നിലവിലെ പാലം തന്നെ മതിയേനോ അല്ലേ? അത് മതിയേനോ? അതൊരു 10-15 കൊല്ലം കൂടി എങ്ങനെയായാലും നിൽക്കും. അതിനൊരു കേടില്ലാത്തതല്ലേ പൊളിച്ചാടി ഇട്ടിന്. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. കടന്നു പോകാൻ ഇങ്ങനെ പുറത്തോട്ട് വരെ വണ്ടിക്കൊന്നും അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ. നമുക്ക് ഇരട്ടിയിലാറ്റം പോകണ്ടിക്കല് ഇങ്ങ് ഓണംപുറയിൽ കൂടെ പോയിട്ട് ഒരു വണ്ടി അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ മറ്റേ വണ്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു ചെറിയ റോഡ് മുന്നോട്ടിയല്ലേ ഇപ്പോൾ ഇരട്ടിക്കല്. എന്തെങ്കിലും ഒരു രോഗം കൊണ്ടുപോകാനോ ഒന്നും കഴിയുന്നില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കൊന്ന് കടന്നു പോകണ്ടെങ്കിൽ വളരെ ചുറ്റി വളച്ചിട്ട് വേണം പോവുക. 2 കിലോമീറ്റർ വളഞ്ഞോടിയിട്ട് വേണം പോവുക. ഇവിടെയുള്ള കുറേ കുട്ടികളെ കൊണ്ടല്ലോ ഒന്ന് ആസ്പത്രിയിൽ പോകണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എപ്പോൾ തുടങ്ങുക? ഇത് പൊളിച്ചിട്ട് അവർ പോയില്ല. എന്നാൽ ഇങ്ങനെ ആണെങ്കിൽ ഈ വേനൽക്കാലം വർഷം കഴിഞ്ഞിട്ട് പൊളിച്ചാൽ മതിയല്ലോ. വേണ്ടാത്തൊരു പണിയെടുത്ത് വെച്ചിട്ട് ഇപ്പം ബുദ്ധിമുട്ടി നമുക്ക് കാര്യമായിട്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ്. അവസ്ഥ ഇപ്പം വളരെ മോശമായിട്ടില്ലേ. വികസനത്തിന് ആരും എതിർപ്പില്ല. പക്ഷേ ഇത് എടുക്കാൻ പറ്റില്ലെങ്കിൽ പൊളിച്ചിടാൻ പാടില്ല. പൊളിച്ചിട്ടതാന്ന് കാരണം പണിയെടുക്കാൻ അങ്ങനെ കുഴപ്പമില്ല. ഇപ്പം വെള്ളം പറ്റിയില്ലെങ്കിലും ഇപ്പോൾ തോട്ടിൽ വെള്ളമില്ല, ഒരു കുഴപ്പമില്ല പണിയെടുത്തതിന്. പൊളിച്ചിട്ട് നിർത്തി കാണിക്കുമെങ്കിൽ ആ പണി അതേപോലെ സ്പീഡ് ചെയ്യുന്ന ഇപ്പോൾ പറയാം. അതിപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോയി. പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി എത്രയും വേഗം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മലജലം പൊതുവഴിയിലേക്ക് ഒഴുക്കിവിട്ടതിന് പിഴ ചുമത്തി. കൊളച്ചേരി പഞ്ചായത്തിലെ കമ്പിൽ ടൗണിൽ പ്രവർത്തിക്കുന്ന റഹീം ഹോട്ടലിലാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയത്. ഹോട്ടലിൽ നിന്നും മലിനജലം പൊതുവഴിയിലേക്ക് ഒഴുക്കിവിട്ടതിന് കൊളച്ചേരി പഞ്ചായത്തിലെ കമ്പിൽ ടൗണിൽ പ്രവർത്തിക്കുന്ന റഹീം ഹോട്ടലിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി. കഴിഞ്ഞ ദിവസം ഹോട്ടലിലെ മലിനജലം ടാങ്കിൽ നിന്നും പൈപ്പ് വഴി ഒഴുക്കിവിട്ടതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പൊതുവഴിയിൽ മലിനജലം ഒഴുക്കിവിട്ടതിന്റെ വീഡിയോ ഉൾപ്പെടെ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് ജില്ലാ സ്ക്വാഡ് പരിശോധനയ്ക്കെത്തിയത്. ഹോട്ടലിന് പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് 10,000 രൂപ പിഴ ചുമത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും പഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, സ്ക്വാഡ് അംഗം ഷെരീഖുൽ അൻസാർ, കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ KV നിവേദിത, സെറിൻ കുമാർ C എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഭാരതീയ തപാൽ വകുപ്പ് തലശ്ശേരി ഡിവിഷനും സാൻ ജോസ് വെൽഫെയർ സൊസൈറ്റി കേളവും സംയുക്തമായി സമ്പൂർണ്ണ തപാൽ മേളയും ആധാർ ക്യാമ്പും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ജോണി പാമ്പാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ തപാൽ വകുപ്പ് തലശ്ശേരി ഡിവിഷനും സാൻ ജോസ് വെൽഫെയർ സൊസൈറ്റി കേളകവും സംയുക്തമായി സമ്പൂർണ്ണ തപാൽ മേളയും ആധാർ ക്യാമ്പും സംഘടിപ്പിച്ചു. കേളകം സെന്റ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ ജോണി പാമ്പാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇവിടെ ആധികാരിക രേഖയായ ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പോസ്റ്റൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ചെയ്തു വരുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും ആ ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് സാൻ ജോസ് വെൽഫെയർ സൊസൈറ്റിയും തയ്യാറായിരിക്കുകയാണ്.
ഈ ഒരു നല്ല ഒരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്യുകയും ഇവിടെ ഈ ഒരു സൗകര്യം ഒരുക്കുകയും ചെയ്ത SWSനെയും അതുപോലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെയും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള നിരവധിയായ പരിപാടികൾ, ജനോപകാരപ്രദമായ പരിപാടികൾ സംഘടിപ്പിക്കുവാനും നടപ്പിലാക്കുവാനും SWSന് കഴിയട്ടെ എന്ന് SWC പ്രസിഡന്റ് PC സണ്ണി അധ്യക്ഷത വഹിച്ചു. KC അബ്രഹാം, ജെയിംസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരായ ബിജു ജോസ്, K അനശ്വര എന്നിവർ ക്ലാസ് എടുത്തു. ആധാർ എൻറോൾമെന്റ്, ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ, ആധാർ ഡെമോഗ്രാഫിക് അപ്ഡേഷൻ, ആധാർ ഡോക്യുമെന്റ് അപ്ഡേഷൻ തുടങ്ങിയവയായിരുന്നു ക്യാമ്പിൽ സംഘടിപ്പിച്ചത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പായം കോണ്ടമ്പ്ര റെഡ് സ്റ്റാർ ബാലോത്സവം സമാപിച്ചു. റെഡ് സ്റ്റാർ കോണ്ടമ്പ്ര, ബാലസംഘം കോണ്ടമ്പ്ര എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ബാലോത്സവം സംഘടിപ്പിച്ചത്. പായം കോണ്ടമ്പ്ര റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ബാലസംഘം കോണ്ടമ്പ്ര യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് 2 ദിവസങ്ങളിലായി റെഡ് സ്റ്റാർ ബാലോത്സവം സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും മുതിർന്നവർക്ക് വടംവലി മത്സരവും നടത്തി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവിടെയുള്ള ഓരോ കാര്യങ്ങൾക്കും വേണ്ടി സർക്കാർ കള്ളക്കണക്കെഴുതി പണം ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ രാവിലെ മുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ വാർത്തകളെല്ലാം ശുദ്ധ കളവാണ് എന്ന് വൈകുന്നേരമായപ്പോഴേക്ക് സർക്കാർ തലത്തിൽ വിശദീകരണം വരികയുണ്ടായി. ഇത്തരത്തിൽ ഒരു ദുരന്തം നാം അഭിമുഖീകരിക്കുമ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് കരകയറുന്നതിന് ആവശ്യമായ കേന്ദ്ര സഹായം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗവൺമെന്റ് തയ്യാറാക്കി നൽകിയിട്ടുള്ള മാനദണ്ഡ പ്രകാരം തയ്യാറാക്കി നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശത്തെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടെ പ്രചാരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ജനങ്ങളാകെ വയനാടുള്ള തെറ്റായ പ്രചാരവേലകളാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ പ്രചരണങ്ങളെ ഉച്ചത്തോടുകൂടി തള്ളിക്കളയുന്നതോടൊപ്പം തന്നെ ബാലോത്സവം കൺവീനർ K ബാബു അധ്യക്ഷത വഹിച്ചു. റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രസിഡന്റ് അഖിൽ K ശ്രീധർ, ബാലസംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി അനുവന്ത് ഐത്തറ, CPIM ലോക്കൽ സെക്രട്ടറി M സുമേഷ്, K രമേശൻ, M ജയൻ, M ജയരാജൻ, M ദീപു, V ഓമന, P രാധാമണി, സൗരവ് സനോജ്, അബ്ദുള്ള മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചരമം. കേളകം മഞ്ഞളാമ്പുറത്തെ മംഗലത്തിൽ ജോണി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ സെലിൻ. സിജോ, ടോജോ, ജിജോ എന്നിവർ മക്കളാണ്. കൊളക്കാട് നെല്ലിക്കുന്നിലെ പരേതനായ തറയിൽ ആഗസ്റ്റിയുടെ ഭാര്യ ബ്രജിത്ത അന്തരിച്ചു. 82 വയസ്സായിരുന്നു. മക്കൾ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ഡെയ്സി, റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ മേഴ്സി, മനീഷ്, സന്തോഷ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ചെങ്ങോം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരി. അടക്കാത്തോടിലെ വയലിൽ പുളിയാനിക്കൽ ജോർജ് എന്ന കൊച്ചേട്ടൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഭാര്യ സിസലി. സജി, സിജി, ജോജി, ജെസി എന്നിവർ മക്കളാണ്. പേരാവൂർ മുള്ളേരിക്കലിലെ ഇക്കിലിശ്ശേരി ശ്രീധരൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. പ്രസന്നയാണ് ഭാര്യ. അനൂപ്, നവ്യ എന്നിവർ മക്കളാണ്. എടൂരിലെ തെക്കയിൽ ദേവസ്യ എന്ന പാപ്പച്ചൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഭാര്യ മോനിക്ക. റോയി, റെജി, സിസ്റ്റർ റീന, റെനി, റെൻസി, പരേതനായ റോബിൻസ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് എടൂർ സെൻറ് മേരീസ് ഫൊറോണ പള്ളി സെമിത്തേരിയിൽ.
കൊട്ടിയൂർ നീണ്ടുനോക്കിലെ കിഴക്കേപ്പുറത്ത് ഷൺമുഖൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭാര്യ ലക്ഷ്മി, മനോജ്, മഞ്ജുഷ എന്നിവർ മക്കളാണ്. ഉളിയിൽ ആവിലാട് കൂവേരി ഹൗസിൽ KV കുഞ്ഞാലു അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ഭർത്താവ് ഖാസിം, റമീസ്, റയീസ്, സഹല, റിൻഷാദ് എന്നിവർ മക്കളാണ്. വിപണി: റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 228, പേരാവൂർ 229, കൊട്ടിയൂർ 229. റബ്ബർ ലോട്ട് ഇരിട്ടി 208, പേരാവൂർ 219, കൊട്ടിയൂർ 219. ഒട്ടുപാൽ ഇരിട്ടി 110, പേരാവൂർ 120, കൊട്ടിയൂർ 120. കുരുമുളക് ഇരിട്ടി 625, പേരാവൂർ 625, കൊട്ടിയൂർ 620. കൊട്ടടിക്ക ഇരിട്ടി 310, പേരാവൂർ 320, കൊട്ടിയൂർ 310. നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6850, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. കരിന്തളം വയനാട് 400 KV ലൈൻ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മന്ത്രിതല ചർച്ച. ഒക്ടോബർ 15-നുള്ളിൽ പുതിയ പാക്കേജിന് സാധ്യത. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ, നശിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾ. മലയോരത്ത് റബ്ബർ ഷീറ്റ് മോഷണം പതിവാകുന്നു. കുയൂരിൽ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ട 100-ലധികം റബ്ബർ ഷീറ്റുകൾ മോഷണം പോയി. ചെട്ടിയാമ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം ക്രമക്കേട് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘത്തിലേക്ക് മാർച്ചും ധർണയും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.